ലോകകപ്പ് ഫുട്ബോൾ ആവേശം പൊടിപൊടിക്കുകയാണ്. ടൂർണമെന്റിലെ ടീമുകളുടെ എണ്ണം 32-ൽ നിന്ന് 48 ഉയരുമ്പോൾ ആവേശം കുറയുമോ എന്ന ആശങ്കയെല്ലാം ആസ്ഥാനത്താക്കിയാണ് 12 ഗ്രൂപ്പിലെയും ഓരോ മത്സരങ്ങളും നടന്നത്. എല്ലാ ഗ്രൂപ്പിലും ഓരോ മത്സരങ്ങൾ വീതം ഓരോ ടീമുകളും കളിച്ചപ്പോൾ ബാക്കിയായ ചിത്രം എന്താണെന്ന് നോക്കാം. വമ്പൻ ടീമുകളുടെ മുന്നേറ്റത്തോടൊപ്പം കുഞ്ഞൻ ടീമുകളുടെ പോരാട്ട വീര്യം കൂടി കണ്ട ഒരാഴ്ചയാണ് കടന്നുപോയത്. അർജന്റീന, ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് എന്നീ വൻ തോക്കുകൾ നിറയൊഴിച്ചു തുടങ്ങിയപ്പോൾ സ്പെയിനും പോർച്ചുഗലും ബ്രസീലും പാടുപെട്ടു. മനം കവർന്നവരിൽ കുറസോവയും കാബോ വെർദയും കോൺഗോയും പെടും. ജർമ്മനിക്ക് മുൻപിൽ 7-up കുടിക്കേണ്ടി വന്നെങ്കിലും 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറസാവോ ഒരൊറ്റ ഗോളിലൂടെ വരവറിയിച്ചു. ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമെന്ന് പലരും വിലയിരുത്തിയ സ്പെയിനിനെ മുട്ടുകുത്തിച്ച കേപ്പ് വെർദെയും അവരുടെ ഗോൾ കീപ്പർ 40-കാരൻ വൊസീഞ്ഞയും. 52 വർഷത്തിനു ശേഷം ലോകകപ്പ് കളിക്കാനെത്തിയ കോൺഗോ കടുത്ത ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിലും പോർച്ചുഗലിനോട് സമനില പിടിച്ചു നേടിയ പോരാട്ട വീര്യം ഫുട്ബോൾ എന്ന ഗെയിമിന്റെ സൗന്ദര്യം കൂടിയാണ് ഉയർത്തിയത്. ഈ കുഞ്ഞൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഞെട്ടിച്ചത് ഏഷ്യൻ രാജ്യങ്ങളാണ്. ഫുട്ബോളിൽ ബി കാറ്റഗറിയായി കാണുന്ന ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഞെട്ടിച്ചു. ചെക്ക് റിപ്പബ്ലിക്കിനെ തകർത്ത് സൗത്ത് കൊറിയ, സ്വിറ്റ്സർലാൻഡിനെ പിടിച്ചുകെട്ടി ലോകകപ്പിലെ ആദ്യ പോയിന്റ് സ്വന്തമാക്കി ഖത്തർ, തുർക്കിയെ ഇരട്ട ഗോളിൽ വീഴ്ത്തിയ ഓസ്ട്രേലിയ, നെതർലാൻഡ്സിനെ പൊരുതിക്കയറി സമനിലയിൽ കുരുക്കിയ ജപ്പാൻ, ഉറുഗ്വയെ ഒറ്റ ഗോളിൽ ഒപ്പം പിടിച്ച സൗദി അറേബ്യ, ന്യൂസിലാൻഡിനെതിരെ 2 ഗോൾ അടിച്ച് സമനിലയിൽ പിരിഞ്ഞ ഇറാൻ. ആദ്യ കളിയിൽ തോറ്റുപോയത് ഇറാഖും ജോർദാനും ഉസ്ബെക്കിസ്ഥാനും മാത്രമാണ്. വമ്പൻ രാജ്യങ്ങളിൽ അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടും ജർമ്മനിയും കരുത്തുകാട്ടി. ഖത്തറിൽ പൂർണ്ണനായ മെസ്സി അതിലും തിളക്കത്തോടെ മിന്നിയപ്പോൾ നേടിയത് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. ഡബിൾ നേടി എംബാപ്പയും പോരാട്ടം തുടരുമെന്ന സ്റ്റേറ്റ്മെന്റ് നൽകി. ഹാരി കെയ്നും കുറച്ചില്ല, ക്രൊയേഷ്യക്കെതിരെ ഡബിൾ. ഗോളടി വീരൻ ഏർലിംഗ് ഹാളൻഡും ഗോൾഡൻ ബൂട്ട് ലക്ഷ്യമിട്ട് തന്നെയാണ് താൻ അമേരിക്കയിലേക്ക് വണ്ടി കയറിയതെന്ന് ഇരട്ട ഗോളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരാശപ്പെടുത്തിയ ആരാധകരുടെ ടീമുകൾ ബ്രസീലും പോർച്ചുഗലും, താരം റൊണാൾഡോയുമാണ്. വിനീഷ്യസിന്റെ ഒറ്റയാൾ മികവില്ലായിരുന്നുവെങ്കിൽ മൊറോക്കോക്ക് മുന്നിൽ സമനില പോലും നേടാൻ കാനറികൾക്ക് കഴിയുമായിരുന്നില്ല. ടീമിന്റെ ഒത്തിണക്കമില്ലായ്മയും നെയ്മറുടെ പരിക്കും ആഞ്ചലോട്ടിയുടെ തലവേദനയായി തുടരും. മറ്റെല്ലാവരും മിന്നിത്തിളങ്ങിയ റൗണ്ടിൽ തിളക്കം നഷ്ടപ്പെട്ട റോണോ സങ്കടക്കാഴ്ചയായി. റോണോയുടെ മാത്രമല്ല, ക്ലബ് ഫുട്ബോളിലെ വമ്പൻ നിര അണിനിരന്നിട്ടും വിജയിക്കാനാവാത്തത് പോർച്ചുഗൽ ടീമിനും തിരിച്ചടിയാണ്. മുൻപത്തെ എഡിഷനുകളെ അപേക്ഷിച്ച് കൂടുതൽ വ്യത്യസ്തമാണ് ഈ ലോകകപ്പ്. റൗണ്ട് ഓഫ് 32-ലേക്ക് കടക്കാൻ ഓരോ ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാരോ 8 മികച്ച 3-ാം സ്ഥാനക്കാരോ ആകണം. ഗ്രൂപ്പിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് ബ്രസീലും നെതർലൻഡ്സും പോർച്ചുഗലും സ്പെയിനും ബെൽജിയവും. അഥവാ ഇവരുടെയൊന്നും റൗണ്ട് ഓഫ് 32 സ്ലോട്ട് അത്ര സേഫ് അല്ല എന്നർത്ഥം. റിസ്ക് കൂടുമ്പോൾ കളിയും വാശിയും കൂടുമെന്നാണല്ലോ. കാത്തിരിക്കാം 2-ാം റൗണ്ടിൽ തീ പാറുന്ന പോരാട്ടത്തിനായി.